സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാതി രാജാവ് കഥാതി കഥാവ് ദേവാതി ദേവനുമായവനെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, 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 hallelujah. സർവശക്തരെ സർവശാലി സകല മഹത്വത്തിൽ സകല പൂജയ്ക്കും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Glory bala 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 basha bala 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 basiyara bala basha bala 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 bala. Glory to God. Hallelujah 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 hallelujah. Vishwapa രാജാതി രാജാവേ കഥാതി കഥാവേ സ്തുതികളിൽ വസിക്കുന്നവരെ സർവശക്തരെ സർവജ്ഞാനിയെ സകല മഹത്വത്തിന് സകല പുകഴ്ചയ്ക്കും യോഗ്യനായവരെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവപ്പാ അവിടുത്തെ കൃപ 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 കൃപ. എന്റെ കർത്താവേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. എന്റെ കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കർത്താവേ എന്റെ കർത്താവേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രാജാതി രാജാവേ കഥാതി കഥാവേ ദേവാതി ദേവരെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, hallelujah, hallelujah. രാജാവേ രാജാവേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നപ്പാ. Hallelujah. Bala 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 shabala bala bala. Hallelujah, 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 hallelujah. യേശു കർത്താവേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നപ്പാ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. Hallelujah, hallelujah, hallelujah. രാജാതി രാജാവേ കഥാതി കഥാവേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Hallelujah, 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 hallelujah. എന്റെ കർത്താവേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. Hallelujah, 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 hallelujah. Amen, 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 amen. Glory to God. Hallelujah, hallelujah, hallelujah. എന്റെ കർത്താവേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നു. Hallelujah, 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 hallelujah. യേശു കർത്താവേ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. എന്റെ കർത്താവിന് പകുത്ത് 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 പകുത്ത്. Hallelujah, 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 hallelujah. എന്റെ കർത്താവിന് പകുത്ത് 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 പകുത്ത്. Hallelujah,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജാവേ, കർത്താവേ, കർത്താവേ, ദേവാതി ദൈവമേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാതിരാജാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. Amen, 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 amen. സ്തുതികളിൽ വസിക്കുന്നവരെ, സർവശക്തരെ, സകല മഹത്വത്തിന്, സകല വീഴ്ചയ്ക്ക്, സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രാജാവേ, വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. കർത്താവിന് മഹത്വം, 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 മഹത്വം. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ നീ പകൽ ആരാധിപ്പാൻ. സ്വർഗത്തിലെ വലിയവരായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന മകൻ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് ആമേൻ പലരും ആമേൻ വീഡിയോ കോൺഫറൻസ്, വീഡിയോ കോളിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചു. ആമേൻ അത് നെറ്റിന്റെ പ്രശ്നം നേരിടുന്നത് കൊണ്ട് ആമേൻ കണക്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് ആരാധന സ്റ്റാർട്ട് ചെയ്യുവാനായി അല്പം ആമേൻ വൈകുന്നത്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവം മുമ്പാകെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോൾ അവരുടെ മധ്യ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകലവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ആമേൻ. പരിശുദ്ധനായ ദൈവത്തെ ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ആമേൻ സ്വർഗത്തിലെ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആ കർത്താവിനെ നാളിതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോട് ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Hallelujah, hallelujah. കർത്താവേ, മഹത്വം, 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 മഹത്വം. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Hallelujah. Praise you, Jesus. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah, hallelujah. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പരിശുദ്ധ പകലിൽ ആദ്യ പിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ വണ്ണം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യകരമായ പദവിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരുന്ന് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല വചനങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ. നല്ല പ്രബോധനങ്ങൾ നൽകി തരണമേ. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും എന്നുള്ള പാട്ടുപാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. അത്ഭുതം യേശുവിൻ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പാടി ആരാധിക്കുവാൻ, പാടി സ്തുതിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരും മകളിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള കർത്താവിനെ ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ ആമേൻ ആരാധിപ്പാൻ അവൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി. നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത്, നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത്, നമ്മുടെ ജീവിത പങ്കാളി ആയിരുന്നെടുത്ത്, നമ്മുടെ കൂടപ്പുറപ്പായിരുന്നെടുത്ത് ആമേൻ ദൈവം സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 121 സങ്കീർത്തനം പ്രിയ കർത്താവിന്റെ ദാസി ഷീജ ഇപ്പോൾ ശബ്ദമുയർത്തി വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. 121 സങ്കീർത്തനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 121 സങ്കീർത്തനം വാക്യത്തിന്റെ വാക്യമായി വായിക്കുന്നത്. സങ്കീർത്തനം വായിക്കുന്നു. 121 സങ്കീർത്തനം നമുക്ക് വാക്യപ്രദമായി വായിക്കാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. പരിപാലിക്കും. ആമേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അവസരക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. പാൽക്കാല സങ്കീർത്തനം കർത്താവെ സഹായിക്കും ശക്തമായ ദാസനിലൂടെ ആമേൻ ദൈവദൂതകൾ വിളിച്ചു പറയുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ സങ്കീർത്തനത്തെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ സങ്കീർത്തനത്തെ വാഴ്ത്തി അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പാൽക്കാലത്ത് സങ്കീർത്തനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ വളരെ അനുഗ്രഹമായി തീരുവാൻ, സന്തോഷമായി തീരുവാൻ, സമാധാനമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞാൻ എന്റെ കണ്ണുപറകളിലേക്ക് ഉയർത്തുന്ന സഹായം എഴുതുന്നു. എന്റെ സഹായം ആകാശത്തിനെയും ഭൂമി ഉണ്ടാക്കി യഹോവയെന്ന് പറയുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പലകാലം കർത്താവെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കുടുംബമായി നൽകി നല്ല അവസരം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. ആമേൻ. സഹായം തന്നെ യഹോവയിലേക്ക് മാത്രം ആശ്രയിച്ച് ഓരോ ദിവസം ജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഈ നാളുകളിൽ പകരുവാൻ കർത്താവെ ഹല്ലേലൂയ. കർത്താവിന് ഞങ്ങളുടെ മേലോട്ട് പകരുമാറാണമേ. ആവശ്യമായ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ദൈവത്തിന്റെ കൃപകളെ നന്മകളെ കർത്താവെ പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങൾ സഹായിക്കണമേ. ആമേൻ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചൊരു മുഖം ലഭിച്ചു പോയിട്ടില്ലല്ലോ. അപ്പൊ അവിടെ മുഖപ്രകാശിതായി തന്നെയാണല്ലോ തിരിഞ്ഞിരിക്കുന്ന ആകെ കർത്താവെ. അപ്പൊ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. എന്ന് പലകാലം കർത്താവെ അപ്പ അതിന്റെ ആഴങ്ങളെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ആമേ. വരുന്ന ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമായ ജീവന് വർഷിപ്പാൻ ഞങ്ങൾ ഇവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലക്കാലത്ത് 121 സങ്കീർത്തന ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കരുത്തിൽ ഏൽപ്പിക്കുന്നത് അത് അവരുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടുത്തെ കരുത്തിൽ ഏൽപ്പിക്കുന്നത് താഴെ വനങ്ങൾ തൊഴിലിരിക്കുമ്പോൾ ശബ്ദം, മാൻപേടകൾ പ്രസംഗിക്കുമ്പോൾ ശബ്ദം, ശക്തമായ ദൈവദൂതകൾ വിളിച്ചു ആരപ്പെടുത്തണം. വരുന്ന രാജക്കാരൻ ജീവൻ അന്വേഷിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. അത്ഭുതം ഞങ്ങളുടെ പാതപ്പെടുത്താതിരിക്കുന്ന അവിടുത്തെ ആകൃതിയോടെ ഭയഭക്തിയോടെ സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹീതമായ ഒരു നല്ല പരിശുദ്ധ പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. അവിടെ ഇവിടങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ അവർക്ക് ലഭിച്ച സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അതുപോലെ ദേവാലയങ്ങളിൽ കടന്നുപോയി ആമേൻ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ആമേൻ നിയമങ്ങൾ ആമേൻ ലംഘിക്കാതെ ആമേൻ കർത്താവിനെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകലിൽ ഈ ലൈവിൽ ആമേൻ ഇങ്ങനെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കോട്ടയത്ത് നിന്നും കർത്താവിന്റെ ദാസൻ PJ ജോർജ് പാസ്റ്ററും തന്റെ സഹധർമ്മിണിയും ദാനമായി കൊടുത്ത മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ ആരാധനയിൽ ലൈവിൽ പങ്കാളികളാകുവാൻ വളരെ ആഗ്രഹിച്ച് വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നു.
ആമേൻ ചില സാങ്കേതികമായ തടസ്സങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ആമേൻ അത് കണക്റ്റ് ആവാതെ പോകുന്നു. ആമേൻ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് ലൈവിലൂടെ ആമേൻ ഒരുമിച്ച് ആരാധിക്കാൻ കർത്താവ് കൃപ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പകൽ ആമേൻ നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആമേൻ അത് കണക്റ്റ് ആകാത്തത് കൊണ്ട് ലൈവിൽ അവർക്കായിരിക്കാൻ കഴിയുന്നില്ല. ആമേൻ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ എന്റെ അറിവ് ശരിയെങ്കിൽ അവര് വളരെ താല്പര്യത്തോടെ ഇന്ന് രാവിലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ആമേൻ ഒരുമിച്ചായിരിക്കാൻ. പക്ഷെ അവര് കഴിഞ്ഞ ദിവസം ആയിരുന്ന ആ റൂമിൽ നിന്ന് അല്പം മാറി ആമേൻ അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കാം. ആമേൻ ഇന്ന് പകൽ ആമേൻ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് ഒടുവിൽ കർത്താവിന്റെ ദാസൻ അരമണിക്കൂർ ദൈവവചനം ശുശ്രൂഷിക്കുവാനായി ഒരുങ്ങിയിട്ടുണ്ട്. ആമേൻ ദൈവമായ കർത്താവ് ആമേൻ അവരെ ആമേൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ ക്രമീകരണങ്ങൾ ആമേൻ അതിൻ്റെതായ ആമേൻ സാഹചര്യങ്ങൾ മൂലം ആമേൻ ഇന്ന് ഒരുമിച്ചായിരിക്കാൻ കഴിയാത്തത് ഖേദിക്കുന്നു. ദൈവമായ കർത്താവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ ഇന്ന് പകൽ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചിലരെല്ലാം ആമേൻ അവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിരാവിലെ തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഇടയായി തീർന്നല്ലോ. ഇപ്പോഴും ആമേൻ ചില പ്രിയപ്പെട്ടവർ ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണല്ലോ. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ആ കർത്താവിന്റെ ആ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾക്ക് കുടുംബമായി ഇന്ന് പകലിലും വളരെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസി സങ്കീർത്തനം വായിപ്പാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും ദൈവമായ കർത്താവ് ആമേൻ നിർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഈ കാലഘട്ടങ്ങളിലും കർത്താവ് അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവിക കൃപയും ആമേൻ ദൈവിക അഭിഷേകം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ കുടുംബമായി കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ പിന്നെ ശക്തമായി പ്രയോജനപ്പെടുവാൻ ആമേൻ ഞങ്ങൾ ആമേൻ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ആമേൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകാം. ആമേൻ. ഇന്ന് പകൽ ആമേൻ ദൈവം നമ്മോട് സംസാരിക്കാനായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി നന്ദിയോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാൻ കൃപ ചെയ്തല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊക്കെ പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ സന്തോഷമുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്നത്തെ ദൈവവചനത്തിന്റെ ആമേൻ ടൈറ്റിൽ ഇങ്ങനെയാണ്: നിങ്ങൾ അവന്റെ രഹസ്യ സ്ഥലം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ആമേൻ. നിങ്ങൾ അവന്റെ രഹസ്യ സ്ഥലം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. 121 സങ്കീർത്തനം 1 മുതൽ ആമേൻ 8 വരെയുള്ള വേദഭാഗങ്ങൾ ആമേൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിന്റെ 1-ാം വാക്യം ഒരു ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഹല്ലേലൂയ. അതിന് മറുപടി ആയിട്ട് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭക്തനെ
സഹായിക്കുവാൻ ശക്തനായ ദൈവം ആമേൻ അത് ഉയരങ്ങളിൽ വസിക്കുന്നു എന്നുള്ള വിശ്വാസവും അറിവുമുള്ള ഒരു ഭക്തൻ ഹല്ലേലൂയ ആമേൻ ഉയരങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തുകയാ, അവന്റെ ചിന്തകളെ ഉയരങ്ങളിലേക്ക് വിടുകയാ. ഹല്ലേലൂയ. മനുഷ്യൻ എപ്പോഴും ഭൂമിയിലുള്ളത് ചിന്തിക്കുമ്പോ ഒരു ദൈവഭക്തൻ ഉയരങ്ങളിലുള്ളത് ചിന്തിക്കുവാൻ ആമേൻ ഉയരങ്ങളിലേക്ക് അവന്റെ ചിന്തകളെ ആമേൻ അവന്റെ കണ്ണുകളെ അവൻ ഉയർത്തുകയാ. ഹല്ലേലൂയ. ഈ പകൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനമേ, ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല, ഞാനും നിങ്ങളും തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഉയരങ്ങളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. സർവശക്തനായ ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവൈതൽ ആമേൻ വഴുതി വീഴുവാൻ സമ്മതിക്കുന്നവനല്ല ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ദൈവജനമേ, ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്ത് ദുഷ്ടൻ ആക്രമിക്കാതെ, ദുരിതങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകാതെ നമ്മെ കാക്കുന്നവൻ മയങ്ങാത്തവനായി, ഹല്ലേലൂയ, ഉറങ്ങാത്തവനായി. അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഞാനും നിങ്ങളും ഒരു പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ ആമേൻ ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ആ കൃപയ്ക്കനുസരിച്ച് ആമേൻ ദൈവജനം ആമേൻ ജീവിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന വഴി മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറായാൽ, വഴിയിൽ പതിയിരിക്കുന്ന ദുഷ്ട മൃഗങ്ങൾ ആക്രമിക്കുവാൻ അനുവദിക്കാതെ, ശത്രുവിന് വിട്ടുകൊടുക്കാതെ അവൻ നമ്മെ ആമേൻ സംരക്ഷിക്കുവാൻ അതേ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് കുടുംബത്തിലായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ആമേൻ നിനക്ക് സഹായം നൽകുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ വിഷയവുമായി ആ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കുന്ന ആമേൻ ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ, ആമേൻ നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, അവൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, പരിപാലകനായി നീ കടന്നു പോകുന്ന സമസ്ത മേഖലകളിൽ നീ വഴുതി വീഴാതെ, നിന്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിക്കാതെ, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ആമേൻ വിടുവിക്കുവാൻ, സംരക്ഷിക്കുവാൻ ശക്തനായ ദൈവത്തെ കുറിച്ച് ആമേൻ ഭക്തൻ അനുഗ്രഹീതമായ നിലയിൽ ആത്മാവിൽ ആമേൻ നിറഞ്ഞ് തന്റെ തൂലിക ചലിപ്പിച്ച് എഴുതുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആ സങ്കീർത്തനം ഇന്ന് പകൽ ഞാൻ നിങ്ങൾ വായിക്കുമ്പോ ആമേൻ അതിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. ഹല്ലേലൂയ. നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ള ആ സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം, ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവം എനിക്ക് നൽകിയ ഒരു സന്ദേശം വേഗത്തിൽ പറഞ്ഞിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകൻ. ആമേൻ. യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. ആമേൻ. അതെ, പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ. ഉറങ്ങാത്തവനാണ്, മയങ്ങാത്തവനാണ്. ഹല്ലേലൂയ. അവൻ ക്ഷീണിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങാത്തവനായതുകൊണ്ട്, മയങ്ങാത്തവനായതുകൊണ്ട് ഒരനർത്ഥവും ആമേൻ ഭവിക്കുവാൻ അനുവദിക്കാതെ നിന്നെ സദാസമയം പ്രൊട്ടക്ട് ചെയ്യുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ തണലിന്റെ കീഴിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകനാണ്. ഹല്ലേലൂയ. ആ യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണല. ഹല്ലേലൂയ. പരിപാലനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് കുടുംബനാഥൻ ആമേൻ പരിപാലകനായി, ഹല്ലേലൂയ, സംരക്ഷകനായി, തന്റെ ഭാര്യയ്ക്ക്, തന്റെ മക്കൾക്ക്
ആമേൻ പരിപാലകനായി ആമേൻ അതെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്വമുള്ളതായി ആമേൻ ആമേൻ കുടുംബത്തിലെ നാഥൻ ഹല്ലേലൂയ അതെ ജീവിക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ളവനായി പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം ആമേൻ സകല സൃഷ്ടികളുടെയും പരിപാലകനാണ്. ഹല്ലേലൂയ. അതിനെ പോറ്റി പുലർത്തുവാൻ, അതിനെ പരിപാലിക്കുവാൻ, അതിന് വേണ്ടുന്നതെല്ലാം സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ ആമേൻ ദാവീദ് ഭാഷയിൽ പറഞ്ഞ നല്ലൊരു ഇടയനായി, ഹല്ലേലൂയ, നല്ലൊരു പരിപാലകനായി, ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി എന്നും കൂടെയുള്ള ആമേൻ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ തളർന്നു വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ആമേൻ തണല് മഴയത്ത് കൂടെയായി, ആമേൻ വെയിലത്ത് തണലായി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ ഇസ്രായേലിന് പകൽ മേഘസംഭവവും രാത്രി അഗ്നിത്തൂണുമായി, ഹല്ലേലൂയ, അഗ്നിസംഭവമായി അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തിയ ദൈവത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ കർത്താവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ, ഹല്ലേലൂയ, ആമേൻ, അതേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ ജീവിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ജനത്തെ ആമേൻ കുറിച്ച് കാണുവാൻ കഴിയുന്നത് ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവർക്ക് തണലായി ആമേൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ തന്റെ സഭയാം കാന്തയെ ഇവിടുന്ന് കൊണ്ടുപോയി അവരെ ആക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ ആമേൻ അവർക്ക് വിശപ്പും ദാഹവും ഇല്ലാത്ത, ആമേൻ യാതൊരു ചൂടും അവരുടെ മേൽ തട്ടാത്ത ഒരു ആമേൻ സാഹചര്യം തന്റെ മക്കൾക്ക് ലഭിക്കുവാൻ പോകുകയാണ്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ആ ദൈവത്തെ സേവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം ആമേൻ അവർക്ക് പരിപാലകനായി, ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, തണലായി, താങ്ങായി എന്നും കൂടെയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് പറഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്ന തന്റെ ജനത്തിന്, തന്റെ മക്കൾക്ക് അവൻ പരിപാലകനായി എന്നും കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് യോശുവയോട് സ്വർഗത്തിലെ ദൈവം പറയുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 16-8 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ദൈവത്തെ, ഈ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, പരിപാലകനായി, കാല് കല്ലിൽ തട്ടാതെ ആമേൻ സംരക്ഷിക്കുന്ന, പ്രൊട്ടക്റ്റായി ആമേൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവത്തെ ഭക്തൻ അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വെച്ചിരിക്കുകയാണ്. എപ്പോഴും കഷ്ടതയായാലും, ബുദ്ധിമുട്ടായാലും, പ്രയാസമായാലും, പ്രതിസന്ധി ആയാലും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആമേൻ ഈ കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവൻ തകർന്നു പോകുവാൻ, അവൻ ക്ഷീണിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കേവലം ആമേൻ ഒരു ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്തോ ഏതെങ്കിലും ആമേൻ ഒരു ആത്മീയ കൂട്ടായ്മ നടക്കുന്ന സമയത്തോ മാത്രം ആമേൻ എന്റെ കർത്താവിനെ ഞാൻ എന്റെ മുമ്പിൽ വെക്കുമെന്നല്ല. ആമേൻ എല്ലായ്പ്പോഴും ഹല്ലേലൂയ ഞാൻ എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ എന്ത് ചെയ്യും?
അതുകൊണ്ട് ആമേൻ ഞാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ ഇന്ന് പകൽ ആമേൻ നടന്നു പോകുന്ന ഏത് മേഖലയിലും വഴുതി വീഴുവാൻ സമ്മതിക്കാതെ, ഹല്ലേലൂയ, കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കാതെ, ഹല്ലേലൂയ, നമ്മെ കൈപിടിച്ചു നടത്തുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലും അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. 91-ാം സങ്കീർത്തനം ആമേൻ കഴിഞ്ഞ ഞായറാഴ്ച ആമേൻ കർത്താവിന്റെ ദാസൻ ആമേൻ പി ജെ ജോർജ് പാസ്റ്റർ അത് ശക്തമായി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. ആമേൻ. ആ സങ്കീർത്തനം 91-ന്റെ 1 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: അവൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവുമെന്ന് പറയും. അവൻ എന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ആമേൻ. ഹല്ലേലൂയ. മതി. അത്യുന്നതന്റെ ആമേൻ രഹസ്യ സ്ഥലത്തെ വസിക്കുന്നവൻ. ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യഹോവയെ കുറിച്ച് പറയും, അവൻ എന്റെ സങ്കേതമാണ്, കോട്ടയാ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ കോട്ടയായ, ഹല്ലേലൂയ, ആ സങ്കേതമായ ആമേൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമെന്ന് ഭക്തൻ വളരെ ഉറപ്പോടെ പറയുക. ഹല്ലേലൂയ. അത്യുന്നതന്റെ ആമേൻ അതെ ആ രഹസ്യ സ്ഥലം അറിയുന്നത്, ഹല്ലേലൂയ, ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ ആരംഭമായി കാണുവാൻ. ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന ഒരു ദൈവ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, അവന്റെ വിടുതലിന്റെ ആരംഭം അവിടുന്ന് ആമേൻ തുടങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, വിവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ പതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ആമേൻ സമ്പ്രദായം, ഹല്ലേലൂയ, ചില നിയമങ്ങൾ ദൈവമക്കളോട് വളരെ കഠിനമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. കാരണം ലോകത്തിലുള്ള പലരും പിശാചിന്റെയും അവന്റെ ആ ഭൂതങ്ങളുടെയും സ്വാധീനത്തിന് വഴങ്ങി ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. അവരിൽ പലരുമാണ് ലോകത്തെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിന്റെ ഭരണ സംവിധാനം അങ്ങനെയുള്ളവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അന്നും ഇന്നും ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ചില നിയമങ്ങൾ, ആമേൻ, ചില സമ്പ്രദായങ്ങൾ വളരെ കഠിനമായി ആമേൻ അനുഭവപ്പെടേണ്ടതായിട്ട് വരുന്നു. എന്നിരുന്നാലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിപ്പാനും നമ്മെ ബലപ്പെടുത്തുവാനും ജയകരമായ ജീവിതം നയിപ്പാനും നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം എല്ലാവരെയും വിളിക്കുന്ന ആമേൻ ഒരു രഹസ്യ സ്ഥലമാണ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഈ ലോകത്തിലായിരിക്കുന്ന നമ്മളെ ആമേൻ ക്രിസ്തുവിലേക്ക് വിളിച്ചിരിക്കുന്നത്, ആമേൻ ക്രിസ്തുവിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സർവശക്തന്റെ ആ നിഴലിന്റെ കീഴിൽ. ഹല്ലേലൂയ. നിഴൽ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ രഹസ്യ സ്ഥലം, ആമേൻ പ്രൊട്ടക്ട്, ആമേൻ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമെന്ന് ആമേൻ ചിന്തിക്കുക. ഹല്ലേലൂയ. അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവർക്ക് പ്രൊട്ടക്ടനായി, ആമേൻ അതെ പരിപാലകൻ, മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി സദാസമയം അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ
തക്കവണ്ണം ഒരുങ്ങിയിരിക്കുകയാ. ഇന്ന് പകൽ കൃപ ലഭിച്ചവരെ, ആ സർവശക്തരെ ആരാധിക്കുന്ന എന്നെയും നിങ്ങളെയും അതേ സംരക്ഷിക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുവെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷകനായി ജനിക്കുവാൻ പിതാവായ ദൈവം അവസരമൊരുക്കി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ഓരോരുത്തരും പാർക്കുക, ആ സാന്നിധ്യം അനുഭവിക്കുക, ആ പരിപാലകന്റെ പരിപാലനം അനുഭവിക്കുക, അവന്റെ കരുതൽ അനുഭവിക്കുക. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാനവരാശി ദൈവത്തിങ്കിലേക്ക് എത്തണമെന്നുള്ള സദുദ്ദേശത്തോടെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോ, തന്നെ ഉൾക്കൊള്ളാത്ത യഹൂദന്മാർ, പരീശന്മാർ, സദ്ദൂക്യർ, അങ്ങനെയുള്ള വലിയ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും വിളിക്കുന്ന ആ രഹസ്യ സ്ഥലമായ യേശുക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ, ആമേൻ, സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവൈതൽ സുരക്ഷിതമായി ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും അവന്റെ കയ്യിലായിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്നും ആരും പിടിച്ചു പറിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന സർവശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം. ഹല്ലേലൂയ. യഹോവയുടെ നാമം ശാശ്വതമായ ഒരു ഗോപുരമാണെന്നും നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് സുരക്ഷിതരാണെന്നും ആമേൻ പഴയ നിയമത്തിൽ ദൈവവചനം അതെ നമുക്ക് നൽകി തരുന്നു. ഹല്ലേലൂയ. അതേ സദൃശവാക്യം 18-ന്റെ 10 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നീതിമാനായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ, ഹല്ലേലൂയ, ബലമുള്ള ഗോപുരമായി നിൽക്കുന്ന ആ സർവശക്തന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മളോട് അടുത്ത് വരും. ഹല്ലേലൂയ. അതേ, പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകൽ നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ആമേൻ, ഈ ഗോപുരമായ ഈ സർവശക്തനായ ദൈവത്തിന്റെ ആ നിഴലിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് അവനെ ആരാധിക്കുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ, നമ്മുടെ നന്മയാകെ അപകരിച്ചു കൊണ്ടുപോകുവാൻ അതേ വെല്ലുവിളിയുമായി നിൽക്കുന്ന ആമേൻ അതേ പൈശാചിക ശക്തി ആമേൻ നമ്മെ വിട്ട്, നമ്മുടെ കുടുംബത്തെ വിട്ട്, നമ്മുടെ തലമുറകളെ വിട്ട്, നമ്മുടെ ദേശം വിട്ട് ഓടിപ്പോകുവാനിടയായി തീരും. ആലയിൽ വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ അവനിൽ വസിക്കുമ്പോൾ അവന്റെ വചനം നമ്മളിൽ ആമേൻ ജീവിക്കുവാൻ ആമേൻ ഇടയാകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും നമുക്ക് ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വെന്തുപോകും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളും അപേക്ഷിക്കുന്ന അതേ കാര്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ശക്തനാണ് ദൈവം. അവന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്നവർ ആമേൻ വഴുതി വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ നമ്മെ പരിപാലിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ ആമേൻ കൈപിടിച്ച് നടത്തുവാൻ ശക്തനാണ്. അവന്റെ സാന്നിധ്യം അനുഭവിച്ച ഭക്തൻ എഴുതിയ സങ്കീർത്തനം ഇന്ന് പകൽ നാം വായിച്ച് ആമേൻ ബലം പ്രാപിക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ.
ആമേൻ, നമ്മുടെ ആമേൻ ജീവിതത്തിലെ വൈഷമ്യമേറിയ സമയങ്ങളിലോ സാഹചര്യങ്ങളിലോ പോലും ആമേൻ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ആമേൻ എല്ലായ്പ്പോഴും ആമേൻ നാം ദൈവത്തെ കുറിച്ച്, ദൈവവചനത്തെ കുറിച്ച്, അവന്റെ പരിപാലനത്തെ കുറിച്ച്, അവന്റെ കരുതലിനെ കുറിച്ച്, അവന്റെ നടത്തിപ്പിനെ കുറിച്ച് നാം സംസാരിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ, നമ്മുടെ പ്രിയപ്പെട്ടവർ കേൾക്കെ, നമ്മുടെ ചുറ്റുപാട് ഉള്ളവർ കേൾക്കെ നാം നമ്മുടെ ദൈവത്തെ കുറിച്ച് ആമേൻ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് എപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. അതെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദാവീദ് ആമേൻ തന്നോട് തന്നെ പറഞ്ഞ് ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴാണ് ഹല്ലേലൂയ ഗോലിയാത്ത് അവന്റെ നേരെ വെല്ലുവിളിയുമായി നിന്ന സമയത്ത് ആമേൻ നീ നിന്ദിക്കുന്ന അതേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് ആമേൻ അതേ ദാവീദ് ബലപ്പെട്ട് ആ ഗോലിയാത്ത് പരാജയപ്പെടുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളുമായിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങളുമായിരിക്കുന്ന ദേശത്തിൽ ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിക്കുന്ന അനേക ആമേ അനുഭവങ്ങൾ, അനേക ശക്തന്മാർ ആമേ ദൈവകൃപ അനുഭവിക്കുന്ന നിനക്ക് നേരെ, ദൈവകൃപയുള്ള അതേ നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, അതേ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനമേ, നാം നമ്മുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് ഉയർത്ത്. ഹല്ലേലൂയ. അവിടുന്നാണ് നമ്മളെ സഹായിക്കുന്നവൻ. ആമേൻ. നമ്മെ സഹായിക്കാനിടയായി തീരുന്നത് അവനാണ് നമ്മുടെ പരിപാലകൻ. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നാം വിശ്വാസത്തോടെ ആമേൻ ദൈവവചനം പറഞ്ഞ് ചുവട് മുൻപോട്ട് വെച്ച് ആമേൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ജീവിക്കാൻ തയ്യാറാകുമ്പോൾ വെല്ലുവിളി ആമേൻ കേട്ട് പരാജയപ്പെടുവാനിടയാകാതെ വെല്ലുവിളിയെ നേരിടുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. നാം വായിക്കുന്ന, നാം കേൾക്കുന്ന, നാം പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ദാവീദ് ആമേൻ ഗോലിയാത്തിന്റെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു, നിന്നാൽ ഞാൻ ഹല്ലേലൂയ ആമേൻ ഞാൻ ആമേൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വരും. ഹല്ലേലൂയ. പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്ന ദൈവം ഉറങ്ങാത്തവനാണ്, മയങ്ങാത്തവനാണ്, വഴുതുവാൻ അവൻ സമ്മതിക്കാത്തവനാണ്, കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കാത്തവനാണ്. ഹല്ലേലൂയ. പലരും കുലുങ്ങിപ്പോയപ്പോൾ, പലരും വഴുതി വീണ് തകർന്നു പോയപ്പോൾ വീഴാതെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിനും അനുഭവിക്കുന്നവർ അതരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാദിദേവനുമായ ദൈവത്തെ അറിയുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൃപ ലഭിച്ചിരിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളെ, നാം ഹല്ലേലൂയ കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസമില്ലാത്ത ഹല്ലേലൂയ ആമേൻ ഒരു രാജ്യത്തിന്റെ അവകാശികളായി ഹല്ലേലൂയ ആമേൻ അതെ നമുക്ക് ആമേൻ അതെ കൃപ ലഭിച്ചിരിക്കുകയാ ആ രാജ്യത്തിൽ വസിക്കുവാനുള്ള. ഹല്ലേലൂയ. അവിടേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമാമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം അവിടെ നിന്ന് വരും. ഹല്ലേലൂയ. എവിടുന്നാ വരുന്നേ? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ അഭയം തേടിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവ പൈതൽ പറയും, അവൻ എന്റെ കോട്ടയാണ്, അവൻ എന്റെ സങ്കേതമാണ്. ഹല്ലേലൂയ. അവൻ എന്റെ പരിപാലകനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്റെ വലതുഭാഗത്ത് തണലാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവ പൈതലേ, മാതാവേ, പിതാവേ, കുഞ്ഞേ, അഭിഷക്തനെ, ഹല്ലേലൂയ, നീ നിൽക്കുന്ന ആ പ്രതലത്തിൽ ആമേൻ നീ വീണു പോകുവാൻ സമ്മതിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ആമേൻ. നിന്നെ വീഴ്ത്തിക്കളയുവാൻ, നിന്നെ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന ശത്രുവിന് വിട്ടുകൊടുക്കാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സങ്കേതമായ കോട്ടയായ ആ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ, ആ തണലിന്റെ കീഴിൽ അഭയം ആമേൻ തേടുന്ന ഒരു ദൈവ പൈതൽ തകർന്നു പോകുവാൻ
അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. അവന്റെ സാന്നിധ്യം അനുഭവിച്ച ഭക്തനോട് ചേർന്ന് ഇന്ന് പകൽ നമുക്കും ആരാധിപ്പാൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ശക്തനായ കർത്താവിനെ ആരാധിപ്പാൻ, ശക്തനായ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നിരീക്ഷിക്കും. ആമേൻ. ഞാൻ നിങ്ങളെ ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. നമ്മോട് കൂടെ ഇരുന്ന് സമസ്ത മേഖലകളിൽ ശത്രു നമ്മളെ പരാജയപ്പെടാതെ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർവശക്തനായ ദൈവം വരും കാലങ്ങളിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നിടത്ത് നമ്മെ സൂക്ഷിക്കേണ്ടതിനായി ആമേൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. അവന്റെ പ്രൊട്ടക്ഷൻ നമുക്കുള്ളതാണ്. ആമേൻ. നമ്മുടെ കാല് വഴുതി വീഴുവാൻ അവൻ സമ്മതിക്കത്തില്ലല്ലോ. ആമേൻ. ഈ കർത്താവിനെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കാം. ഹല്ലേലൂയ. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. പലരും കുലുങ്ങി പോകുമ്പോൾ, പലരും ക്ഷീണിച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, ഈ കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ ക്ഷീണിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ അവന്റെ തൂവലുകൾ കൊണ്ട് മൂടും, അവന്റെ ചിറകുകൾ കൊണ്ട് ഹല്ലേലൂയ ആമേൻ നമ്മെ മറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോട് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി ഇന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, ഞങ്ങളുടെ കാല് വഴുതുവാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ ഞങ്ങളെ പരിപാലിക്കുന്ന ആ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ആമേൻ ഞങ്ങളെ അത് ബാധിക്കാതെ കണ്ട്, ഒരു ദോഷവും തട്ടാതെ കണ്ട് ഞങ്ങളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ ആമേൻ വിളി കേട്ട് ഇറങ്ങി തിരിച്ച ദൈവമക്കൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള എല്ലാവരും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ജീവിപ്പാൻ ഈ പകൽ കൃപ കൊടുത്താട്ട്, രോഗികളായ, ദുഃഖിതരായ, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് പകൽ ആമേൻ കോട്ടയായ സങ്കേതമായ പരിപാലകൻ എന്ന് അവരോട് കൂടെ ഇരുന്ന് അവരെ അത്ഭുതകരമായി നടത്തണമേ, അതിശയകരമായി നടത്തണമേ. സമസ്ത മേഖലകളിൽ താങ്ങായി തണലായി കൂടെ ഇരിക്കണമേ. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയം ആഗതമായി. ആമേൻ. ഒരു പാട്ട് ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ഒടുവിൽ കർത്താവിന്റെ ദാസൻ ജോർജ് പാസ്റ്റർ ആമേൻ ലൈവിൽ ഉണ്ടെങ്കിൽ ആമേൻ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. ആമേൻ. ശബ്ദം കൊണ്ട് ആമേൻ ലൈവിലായിരിക്കുന്നവർക്ക് ആമേൻ അതെ മെസ്സേജ് കേൾക്കുവാൻ കഴിയും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ആമേൻ ഈ ലൈവിൽ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ആമേൻ കാണുന്നുണ്ടെങ്കിൽ ആമേൻ അതേ ഫോണിൽ നിന്ന് ആമേൻ സംസാരിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ ഹല്ലേലൂയ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നമ്മുടെ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. കർത്താവിന്റെ ദാസൻ ലൈവിൽ വരേണ്ടതാണ്, എന്നാൽ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൊണ്ട് ലൈവിൽ കണക്ട് ആകുന്നില്ല. ആമേൻ ഇടയിൽ ആമേൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുവാനാണ് ആമേൻ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ദയവായി ക്ഷമിക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ലൈവിൽ ഉണ്ടെങ്കിൽ ആമേൻ മെസ്സേജിന് വേണ്ടി ഒരുങ്ങുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ഏറ്റവും ആസന്നമായി. ചേർന്ന് പാടി നമ്മുടെ ആമേൻ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Praise Jesus. Hallelujah.
ഹല്ലേലൂയ. അവന്റെ വരവിങ്കൽ ആരും തള്ളപ്പെട്ടു പോകാതെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഹല്ലേലൂയ അവിടെവിടങ്ങളായി ആമേൻ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ആമേൻ വരവേറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശുദ്ധിയിൽ തികഞ്ഞവരായി ജീവിപ്പാൻ സ്വർഗത്തിൽ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ചില സാങ്കേതികമായ തടസ്സങ്ങൾ മുമ്പിൽ ആമേൻ ഉള്ളതുകൊണ്ട് ആമേൻ കണക്ട് ആവുന്നില്ല. കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുവാനായി ആമേൻ ഒരുങ്ങിയിട്ടുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ ആ കണക്ഷൻ കണക്ട് ആവാത്തത് കൊണ്ട് കർത്താവിന്റെ ദാസന്റെ വോയിസ് നമുക്ക് ലഭിക്കുന്നില്ല. ദൈവമായ കർത്താവ് തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ ആമേൻ തടസ്സങ്ങളൊന്നും കൂടാതെ ആമേൻ ശക്തമായി കർത്താവിനെ ആരാധിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ശബ്ദമുയർത്തിപ്പോൾ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ അതുവാത്സലമായി സ്നേഹിക്കുന്ന ചെറിയ നല്ല കർത്താവ്, എനിക്ക് നല്ല സമയത്തിനാണ് സ്തോത്രം കർത്താവ്. ഇത്രോളം സമയം കർത്താവ് ഞങ്ങളുടെ പാദത്തിൽ കർത്താവ് പാടുക, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ എല്ലാം കർത്താവ് അവർ സഹായിക്കുന്ന സങ്കീർത്തനങ്ങൾ വായിപ്പാൻ എല്ലാം കർത്താവിടെയാക്കി ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ആമേ ഹാലയിലും ഞാൻ എൻ്റെ കണ്ടുപറങ്ങളിലേക്ക് ഉയർത്താൻ എനിക്ക് സഹായം എഴുതുന്നൊരു എൻ്റെ സഹായം ആകാശത്തിന് മുമ്പിൻ്റെ യഹോവയെന്ന് എന്ന് പറയുവാൻ കർത്താവേ. ആമേ ഒരാഴ്ചക്കാലം യഹോവെങ്കിലേക്ക് നോക്കുവാൻ കർത്താവേ. ആമേ ഹല്ലേലൂയ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ഹാലയിലൂയ. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുമ്പോൾ ആമേ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം. ആമേ ഹല്ലേലൂയ. ഒരാഴ്ചക്കാലം കർത്താവെ ജീവനാവശ്യമായ ജീവനന്വേഷിപ്പാനെല്ലാം ഞങ്ങൾ സഹായിച്ചല്ലോ കർത്താവെ. ആമേ ഒരാഴ്ചക്കാലം ഞങ്ങൾ ആയിരിക്കുന്നിടങ്ങളെല്ലാം കർത്താവെ അത്ഭുതമായ ദൃശ്യമായി ഞങ്ങൾ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥന ഞങ്ങളോട് കൂടെ പ്രിയ ലൈവിലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും കുടുംബമായി വ്യക്തികളായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ടവരെ ഒരാഴ്ചക്കാലം നടത്താൻ ആവശ്യമായ ജീവനന്വേഷിക്കുക. അപ്പോൾ അവരെ സഹായിച്ചാൽ സ്തോത്രം കർത്താവെ. ആമേ ഹാലയിലൂയ കർത്താവെ. പിന്നെ ഒരു സ്ഥാനത്തും കൂടി സഹായിക്കണമേ. ഹാലയിലൂയ എന്ന് വായിക്കാൻ ഞങ്ങളോട് കൂടെ കർത്താവ് ആരാധനയ്ക്ക് കടന്നു വരാം. ഹാലയിലൂയ കർത്താവെ. കോൺഫറൻസ് കോളിൽ കർത്താവെ കഴിയാതെ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് കഴിയാതെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഇന്നത്തെ ഹാലയിലൂയ ആരാധന അനുഗ്രഹം തരുക കർത്താവ്. സഹായിക്കുന്ന ആവശ്യങ്ങളെല്ലാം കൂടി സഹായിക്കുന്ന ഒരു ചെറുതും വരും എല്ലാ വിഷയത്തിന് മേലെ അപ്പം കരവർക്ക് പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വിശാലമായി ചെറുമളി ഓരോരുത്തരും സൂക്ഷിക്കണമേ. അവിടുത്തെ കാത്തുകൂടിയായിരിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശുദ്ധമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ ദേശത്ത് കർത്താവ് മഹാമാരി എന്ന കോവിഡ് നിമിത്തം ആമൻ ജനങ്ങൾ ഭയത്തോടെ അല്ലെങ്കിൽ വിറയിലൂടെ ആയിരിക്കുന്നല്ലോ. അതിനെല്ലാം കർത്താവ് ജനങ്ങൾ പൂർണ്ണമായ വിടുതൽ സ്വർഗ്ഗ ആശ്വാസപ്പിച്ച് കൽപ്പിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, വിദേശ രാജ്യങ്ങൾക്കായി ഭരണഘടനയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചത്തോളം സഹായിച്ചല്ലോ. ഇത്രത്തോളം കർത്താവെ എടുത്ത് കൊണ്ടുവരാൻ ഞങ്ങളൊന്നുമില്ല. അപ്പൊ അവിടുത്തെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ ഇത്രത്തോളം കർത്താവ് സഹായിച്ചാൽ നന്ദി കർത്താവെ. സാധനം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് വിശാലമായ ചെറുകിൽ ഞങ്ങൾ കാത്തുകളിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയത്തെ കത്തിലേൽപ്പിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ ഇടയായി തീർന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം അവിടെ നിന്നാണ് വരുന്നത്. ആമേൻ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ. മനസ്സാലെ ഉടയമോ നദപാരനെ വന്ദനം നിനക്കാമേ. മനസ്സാലെ ഉടയമോ നദപാരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കും ദൈവത്തിന്റെ സ്നേഹവും
നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും വിശേഷമായി ഇന്ന് പകൽ ഈ ലൈവിൽ ഒരുമിച്ച് ആരാധിക്കുവാൻ ആമേൻ ഇടയായി തീർന്ന എല്ലാവരോട് കൂടെയും ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോട് കൂടെയും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ആരാധന അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. ആമേൻ. നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആമേൻ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. എല്ലാ ദിവസവും 9 മണിക്ക് ശേഷം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ സന്തോഷം ആഗ്രഹവും ഉണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 9744703489. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ റിക്വസ്റ്റ് അയക്കുകയോ ചെയ്യുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആമേൻ. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കരം കൊടുക്കാം. ഇത് അന്ത്യകാലമാണല്ലോ. കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആമേൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ ശുശ്രൂഷിക്കുവാൻ, അതേ മെസ്സേജ് പറയുവാൻ, പാടുവാൻ ഒക്കെ ആഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിൽ സ്നേഹതീരം പ്രയർ അനുദിന ചിന്ത ഗ്രൂപ്പുണ്ട്. സ്നേഹതീരം പ്രയർ ഫാമിലി ഗ്രൂപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ മെസ്സേജുകൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കോൺടാക്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. സ്നേഹതീരം പ്രയർ ഫാമിലി നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, കർത്താവിന്റെ ദാസി ഷിജു ദാനമായി നൽകിയ പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത മോൾ റൂത്ത് മോൾ ഷിജു, രൂഹമ മോൾ ഷിജു, ഇളയ മോൾ രൂത്ത് മോൾ ഷിജു. ഹല്ലേലൂയ. മൂത്ത മോളുടെ പേര് രൂഹമ മോൾ ഷിജു എന്നാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോൾ രൂത്ത് മോൾ ഷിജു 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആമേൻ. കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. വിശേഷ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രൊഫൈൽ ഞങ്ങൾ സമയം ലഭിക്കുമ്പോൾ എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവരെ, ആമേൻ, അഭിപ്രായങ്ങൾ ഇടുന്നവരെ ഞങ്ങൾ നോട്ട് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.